കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈശ്വര വലിയ സാന്നിധ്യവും കൃപയും നമ്മളിലേക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് വളരെ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിച്ചോണം. നമ്മുടെ കുടുംബങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും വലിയ സൗഖ്യങ്ങളും കർത്താവ് തരട്ടെ. ഈശ്വരയുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ജീവിക്കുന്ന ദൈവം. അവിടത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അവിടെ നമ്മുടെ കർത്താവാണ്, നമ്മുടെ രക്ഷകനാണ്, എല്ലാമാണ്. അതറിഞ്ഞ് നമുക്ക് ഈശോ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സമയത്ത് ഒരു വലിയൊരു സാക്ഷിയാച്ചം വായിക്കുകയാണ്. വായിച്ച ശേഷം നമുക്ക് അടുത്ത വചനത്തിലേക്ക് വരാം. എൻ്റെ പേര് ആൻഡ്രൂസ്. എൻ്റെ ദൈവം എനിക്ക് നൽകിയ ശക്തമായ രോഗസൗഖ്യത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈശോയ്ക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2018 ഫെബ്രുവരി 2-ാം തീയതി എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുകയും എൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം പൂർണ്ണമായും തളർന്നു പോവുകയും ചെയ്തു. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രയോജനം ഉണ്ടായില്ല. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിലെത്തിച്ചു. എൻ്റെ ഒരു കൈയും ഒരു കാലും പൂർണ്ണമായും തളർന്ന അവസ്ഥയിലായിരുന്നു. മറ്റേ കൈക്ക് 30% മാത്രമാണ് ചലനശേഷി ഉണ്ടായിരുന്നത്. അത് ഒരു കൈയും ഒരു കാലും പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടു. അതേസമയം മറ്റേ കൈക്ക് 30% മാത്രമേ ബലമുണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യവും തനിയെ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. 2 പേർ എന്നെ താങ്ങിപ്പിടിച്ചാണ് അത്യാവശ്യ കാര്യങ്ങൾ പോലും നടത്തിയിരുന്നത്. ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വളരെയധികം ദുഃഖം അനുഭവിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിച്ച ഈ ദുരവസ്ഥ എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. സങ്കടകരമായ അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് വെച്ച് അച്ഛന് നേതൃത്വം നൽകുന്ന കൃപാഭിഷേക കൺവെൻഷൻ നടക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത്. കൺവെൻഷൻ ഗ്രൗണ്ടിൽ ചെന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ശരീരം തളർന്ന ആ അവസ്ഥയിൽ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഈശോയ്ക്ക് മാത്രമേ എന്നെ സുഖപ്പെടുത്താനാവൂ എന്നറിയാമായിരുന്നു. ഞാനും ഭാര്യയും വീട്ടിലിരുന്നു കൊണ്ട് മനമുരുകി പ്രാർത്ഥിച്ചു. കൃപാഭിഷേക ശുശ്രൂഷകളോട് ഈശോ പ്രവർത്തിക്കുന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ കൺവെൻഷൻ്റെ സമാപന ദിവസം എൻ്റെ ഭാര്യ ഒരു വാഹനത്തിൽ എന്നെ അവിടെ എത്തിക്കുകയും അച്ഛനെ കണ്ട് എൻ്റെ രോഗാവസ്ഥ അറിയിക്കുകയും ചെയ്തു. അച്ഛനെൻ്റെ തലയിൽ കൈവച്ച് ശക്തമായി ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എൻ്റെ ശരീരം മുഴുവൻ ഒരു തണുപ്പ് വന്നു നിറയുന്നത് ഞാൻ അനുഭവിച്ചു. എൻ്റെ ഭാര്യ ബോധരഹിതയായി താഴെ വീഴുകയും ചെയ്തു. വിശുദ്ധ ജലം തളിച്ച് അച്ഛൻ ഞങ്ങളെ ആശീർവദിച്ച് എഴുന്നേൽപ്പിച്ചു. കാരുണ്യവാനായ ഈശോ തൻ്റെ സർവശക്തമായ കരം നീട്ടി എന്നെ സ്പർശിച്ച് സൗഖ്യം നൽകിയ നിമിഷമായിരുന്നു അത്. തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച ഈശോ എന്നെ അത്ഭുതകരമായി ആ സമയം സൗഖ്യപ്പെടുത്തി. എൻ്റെ തളർന്ന കൈകാലുകൾക്ക് ഈശോ ബലം നൽകി. തിരിച്ച് വീട്ടിലെത്തി ഞാൻ പിറ്റേ ദിവസം മുതൽ പരസഹായമില്ലാതെ തനിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എൻ്റെ കൈകാലുകൾക്ക് പൂർണ്ണമായ സൗഖ്യം കർത്താവ് തന്നു. കർത്താവിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു വലിയൊരു ഡെലിവറൻസിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിൽ നടക്കുന്നതിനെ കുറിച്ചാണ് നാം കേട്ടത്. മറ്റൊന്നുമല്ല, ഈ വചനം കേൾക്കുമ്പോൾ, ഈ അത്ഭുത സാക്ഷി കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവുണ്ട്, ജീവിക്കുന്ന ദൈവം. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള വചനം വായിച്ചു വരുമ്പോഴേ, ദേവാലയത്തിന് സുന്ദര കവാടത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു മുടന്തനെ പത്രോസ് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പത്രോസിൻ്റെ നേരെ അവൻ കൈ നീട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് വല്ലതും തരണേ. പത്രോസ് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിൽ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. ആ നാമം വിശ്വാസത്തോടെ അഭിഷേകത്തോടെ പറയുമ്പോൾ അവിടെ സൗഖ്യമുണ്ടാകുക. കാരണം ആ നാമം വെറൊരു നാമം, ജീവനുള്ള നാമമാണ്. പത്രോസ് അത് അനുഭവിച്ചു. പത്രോസിനറിയാം ആ നാമം പറഞ്ഞാൽ സംഭവിക്കും. പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു നാമത്തെ നമുക്ക് ഏറ്റുപറയാം. അവിടെ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമല്ല, യേശുവിൽ വിശ്വസിക്കുക എന്നുള്ള വചനം പറയുന്നുണ്ടല്ലോ. അതായത് എഫെസസ് ലേഖനം 2:8-9, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. അപ്പോസ്തല പ്രവർത്തനം 16:31, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ നാമത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയുന്ന ആർക്കും അതിൻ്റെ സൗഖ്യം പൂർണ്ണമായിട്ട് ലഭിക്കും. അപ്പോസ്തല പ്രവർത്തനം 15:16 വചനമുണ്ട്, ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും, അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും, അതിനെ ഞാൻ വീണ്ടും ഉയർത്തും. അതെ, ഈശോയിൽ ആരെ വിശ്വസിച്ചാലും അവനെല്ലാം ദൈവം
പുതുക്കി പണിയുക. അവൻ പുതിയൊരു ജീവിതമുണ്ടാകും. അവൻ്റെ എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും പൈശാചിക പീഡകളും മൊത്തം അഴിഞ്ഞു പോകും. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനം 10:44 പത്രോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഈശോയുടെ നാമത്തിനും ഈശോയെ കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച്, ഈശോ ആരാണെന്ന്, ഈശോ ദൈവമാണ്, ഈശോ കർത്താവാണെന്ന്, ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണെന്ന്, അവരിന്നും ജീവിക്കുന്നവനാണെന്ന്, ഈശോയുടെ മഹത്വം ഏറ്റുപറഞ്ഞ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവിടെ ഈശോയെ കേൾക്കാൻ മതി. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നത് കാണാൻ പറ്റും. അതിന് നമുക്ക് കാണാൻ പറ്റും അപ്പോസ്തല പ്രവർത്തനത്തിൽ 26-ാമത്തെ അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ, 27-ാമത്തെ അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നമ്മളൊരു സംഭവം കണ്ടുമുട്ടുന്നുണ്ട്. അതിൻ്റെ 13 മുതൽ 28 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നമ്മൾ കണ്ടുമുട്ടുന്നത് പൗലോസിനുണ്ടായ ഒരു കപ്പൽ അപകടമാണ്. കപ്പൽ അപകടം ഉണ്ടാകുമ്പോൾ ഏകദേശം ഒരു 15ഓളം ദിവസം അവർ നടുക്കടലിൽ കടന്നവർ ക്ലേശം അനുഭവിക്കുന്നുണ്ട്. ശരി, അവർ വചനം പറഞ്ഞൊരു 10-15 ദിവസത്തോളം അവർക്ക് സൂര്യനെ കണ്ടിട്ടില്ല. വലിയ കൊളിളക്കവും വലിയ കൊടുങ്കാറ്റും, കപ്പൽ അപകടത്തിൽപ്പെട്ട് കഴിയാണ്. അപ്പം അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. പൗലോസ്ലീഹ ഒരു ദിവസം അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഉടനെ അനുഗ്രഹങ്ങൾ ഒടുക്കുന്നു, അന്തരീക്ഷം മുഴുവൻ മാറുന്നു, അത്ഭുതമുണ്ടാകുന്നു, മാറ്റമുണ്ടാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ തകർന്നുകൊണ്ടിരിക്കുന്നു, മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കപ്പലിനുള്ള അത് മുങ്ങിത്താഴാതെ അത് മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. അതിൻ്റെ കാരണം ഇതാണ്, അവിടെ ഒരു ബലിയർപ്പണം നടക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കാൽവരി ബലി, പരിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്നുണ്ട്. അതായത് പരിശുദ്ധ കുർബാന എവിടെ അർപ്പിക്കപ്പെടുന്നു? ഈശോമിശിഹായുടെ നാമത്തിൽ അർപ്പിക്കപ്പെടുന്നു. അവിടെയെല്ലാം അരൂപിയുടെ ചലനം ഉണ്ടാകും, അരൂപിയുടെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ധാരാളമായിട്ട് സഭയിലേക്ക് കൊടുക്കപ്പെടുക. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും പറയാനുണ്ട്, ഈശോയുടെ നാമം അത്തമാസായിട്ട് കാണരുത്, സത്യമായിട്ട് ജീവനുള്ള നാമം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുണ്ട്. അവൻ്റെ നാമത്തിൽ പൈശാചിക ശക്തികളെ ബന്ധിക്കുമ്പോൾ അലറിക്കൊണ്ട് പോകും. ഇത് ഉറക്കെ പറയും, നീ ജീവനുള്ള ദൈവമാണെന്ന് ഏറ്റു പറയുവേ, ഈശോ ഏറ്റു പറഞ്ഞുകൊണ്ട് പോകുന്ന കാണാൻ പറ്റുവേ. മഹോന്നത ദൈവത്തിൻ്റെ പുത്ര യേശുവേ, എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു. പെട്ടെന്ന് കടലെല്ലാം ഈ മിറക്കളുണ്ടാകുന്ന, ബന്ധനടിയുന്നത്, കെട്ടടിയുന്നത്, ചങ്ങല തകരുന്നത് മുഴുവൻ ഒരൊറ്റ കാരണത്താലാ. ഒരേ ഒരു കാരണം, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം. വലിയ പൈശാചിക ബന്ധനത്തിൽ കഴിയുന്ന മക്കൾ കഴിഞ്ഞ ഞോർക്ക് ധ്യാനത്തിൽ വെച്ച് വളരെ സീരിയസ് ആയൊരു കേസ് എൻ്റെ അടുത്തൊരു പൈശാചിക ശക്തി, മദ്യപാനം, സെക്സ്, വെറുപ്പ്, വിദ്വേഷം, ജീവിതം തീർന്നു. ഇനി അവനൊരു ജീവിതം ഉണ്ടാകില്ലാത്ത വിധം അത്രമാത്രം തകർച്ച, പാപത്തിൻ്റെ കെട്ട്, എല്ലാ അസ്വസ്ഥതകളുണ്ട്. എല്ലാവരും ഉപേക്ഷിക്കുകയാണ്. കാരണം ഈശോ ഇല്ലെങ്കിൽ നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല. ഈശോയുടെ ശക്തി അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ആവില്ല. പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ പരിശുദ്ധാത്മാവോട് നിറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വെച്ച് ഈശോയുടെ നാമത്തിൽ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ദുഷ്ടാരൂപി ഇളകി മറിഞ്ഞങ്ങ് പോവാണ്. ചെറുപ്പക്കാരനാ, ഒരു 10-30 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇപ്പോൾ അവൻ്റെ വിശുദ്ധനായിട്ട് ജീവിക്കുകയാണ്. വീട് മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു, കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു, എല്ലാ തകർച്ചയും മാറി. ഭയങ്കര മാറ്റമേ. അതെൻ്റെ കഴിവൊന്നുമല്ല, അച്ഛൻ്റെ കഴിവ്, അച്ഛനാരെ ഒന്നുമല്ല, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കഴിവാണ്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 1:7-8, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതുപോലെ തന്നെ ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൽ 48-49 വചനത്തിൽ കാണാം. ഈശോ പറഞ്ഞു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുകയും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടെന്ന് പറയാം. അതാണ് വേണ്ടത്. ശരിക്കുള്ള രക്ഷ, യഥാർത്ഥമായി വിടുതൽ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ആ അരൂപി പ്രവർത്തിക്കാതെ ഒരിക്കലും നടക്കില്ല. ആ അരൂപി പ്രവർത്തിക്കണമെങ്കിൽ നീ ഈശോയെ നീ അംഗീകരിക്കണം, ഈശോ ഏറ്റുപറയണം. അവനെന്നും ജീവിക്കും ദൈവമാണെന്ന് നീ ഏറ്റുപറയണം. സഭയിൽ ജീവനോടെ അവനുണ്ടെന്ന് ഏറ്റുപറയണം. വിശുദ്ധ കുർബാന സഭയിൽ അർപ്പിക്കപ്പെടുമ്പോൾ ആ ബലി സമയത്ത് അത്ഭുതം ഉണ്ടാകുന്നുണ്ടെന്ന് വിശ്വസിക്കണം. ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് കർത്താവിൻ്റെ ബലി അർപ്പിക്കപ്പെടുന്ന സമയത്ത്, കുരിശിലെ ബലി അർപ്പണ സമയത്താണ് സംഭവം നടക്കുന്നത്. അത് ഏറ്റവും വലിയ. ആ സമയത്ത് വിശ്വാസത്തോടെ നിൽക്കണം. വെറും നമ്മൾ ബുദ്ധി കൊണ്ട് നോക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കണം, വിശ്വാസത്തോടെ നോക്കണം. പരിശുദ്ധ അമ്മയെ പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ താഴ്മയോടെ വിശ്വാസത്തോടെ അവിടെയൊക്കെ നിനക്ക് ഈ കർത്താവിൻ്റെ കരം,
ദൈവകരം വെളിപ്പെടുന്നത് കാണാൻ പറ്റും. അന്ധകാരം മാറിപ്പോകുന്നത്, സാത്താൻ്റെ ശക്തികൾ ഓടി മാറുന്നത് കാണാൻ പറ്റും. ആ നാമത്തിൻ്റെ ശക്തി നീ അറിയാൻ ഇടയാകട്ടെ. അതുകൊണ്ടാണ് ഈ അറിഞ്ഞതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഫിലിപ്പി ലേഖനം 3:6-9 വരെയുള്ള വചനത്തിൽ പറയേ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റെല്ലാത്തിനേക്കാളും വില കൂടിയതാകയാൽ ബാക്കി എല്ലാത്തിനെയും ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുന്നു. അത് മാത്രമല്ല, അവനെ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുക, എല്ലാം ഉപേക്ഷിക്കുകയാണ്. അത് യേശുവിനെ നേടുന്നതിന് അവനോട് കൂടെ ഒന്നായി കാണപ്പെടാൻ വേണ്ടി അത്രേ. പലപ്പോഴും എനിക്ക് ഈശോയെ നേടിയെടുക്കണം, ഈശോയെ മാത്രം കാരണം അറിഞ്ഞപ്പോൾ വേറെ ഒന്നുമല്ല വേണ്ടത്, ഈശോയാണോ വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതറിയാനായിട്ട് ലോകം മുഴുവൻ അറിയേണ്ടത് ഈശോ അറിയുമ്പോഴാണ്. ഈശോ അറിഞ്ഞാൽ മാത്രം അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകട്ടെ, ബന്ധനങ്ങൾ എഴുതിയിട്ട് കെട്ടഴിയട്ടെ, പൈശാചിക ശക്തിയിലോട്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തകർന്ന മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഞാൻ കാണാറുണ്ട് ഒരുപാട് മുറിവേറ്റ മക്കൾ, ജീവിതത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്നവർ. കുടുംബ പ്രശ്നമാകാം, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാകാം, മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നമാകും. ചിലപ്പോൾ മക്കള് വചനത്തിൽ നിന്നൊക്കെ മാറി, ഈശോയിൽ നിന്നൊക്കെ മാറി, വിശ്വാസമൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം ബുദ്ധിയിൽ സ്വന്തം ചിന്താഗതിയിലൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോകുകയായിരിക്കും. പാപത്തിന്റെ വഴികളിലായിരിക്കും മക്കൾ വ്യാപരിക്കുന്നത്, മ്ലേച്ഛ പാപങ്ങൾ കിടന്നത്, വിശുദ്ധിയിൽ അപ്പം നിരാശകൾ എല്ലാം തകരുന്ന പോലെ ചില സമയത്ത് കുടുംബം തകരുകയാണോ, എല്ലാം തീരാൻ പോകണം, ഇനി എന്ത് വഴിയില്ലേ, ഇനി ആരുമില്ല സഹായിക്കാൻ. യുക്തിയും ബുദ്ധിയും ഒക്കെ ചിന്തിച്ചപ്പം അപകട അനർത്ഥമല്ലാതെ വേറൊന്നും ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം മനസ്സിൻ്റെ ചിന്താഗതികൾ അങ്ങനെ പോവുള്ളൂ. പക്ഷെ അവിടെ നീ കരുതണം, നിന്റെ ചിന്തകൾക്കപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു വലിയൊരു ദൈവമുണ്ട്, വലിയൊരു കർത്താവുണ്ട്, വലിയൊരു ഈശോയുണ്ട്. ആ ഈശോയെ നീ ഏറ്റുപറഞ്ഞാൽ മതി മക്കളെ, അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിടുതലും സൗഖ്യവും ഒക്കെ സംഭവിക്കും. വിശ്വസിക്കുന്നു, ഈശോയോട് കൂടുതൽ അടുക്കുക. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഈശോയോട് താല്പര്യം ഉണ്ടാകും. ഒരിക്കൽ ഞാൻ ഓർമ്മിക്കുക, അതൊരു കുടുംബമാണ്, തകർന്നൊരു കുടുംബം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം, മക്കളുടെ പ്രശ്നം മുഴുവൻ തീർന്നു, സാമ്പത്തിക പ്രശ്നം, ദാരിദ്ര്യം, കടബാധ്യത, അവരുടെ കുടുംബത്തിൽ അത് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ പറഞ്ഞു, വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ട് കുറേ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ചാത്തൻ സേവകളും പൈശാചിക ആരാധനകളും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് ജ്യോത്സ്യന്മാരുടെ അടുക്കലൊക്കെ പോയി ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. എന്തെന്നറിയില്ല വെച്ചാൽ എല്ലാം കൊണ്ട് തകരുക. എല്ലായിടത്തും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അത് പ്രാർത്ഥിച്ചു എന്നുള്ളതൊക്കെ സംഭവിച്ചു. പക്ഷെ നിങ്ങൾക്ക് ഈശോയിൽ വിശ്വാസം പോരാ, നിങ്ങൾ ഈശോയോട് മാപ്പ് പറയണം, നിങ്ങൾ ഈശോയെ വിശ്വസിക്കണം, ദൈവമായിട്ട് അംഗീകരിക്കണം. നിങ്ങൾ അത് ഹൃദയത്തിൽ ആഴത്തിൽ ഈശോ ജീവിക്കുന്ന ദൈവം. ഞാൻ കുറേ നേരം അവരോട് പറഞ്ഞത്, ഈശോ ജീവിക്കുന്ന ദൈവം. നിങ്ങൾ തോന്നലായിട്ട് കാണരുത്, കേൾവി വെറുതെ പുസ്തകത്തിൽ വായിച്ചറിയുന്ന അതുപോലെ നീ ചിന്തിക്കുന്നത് പോലും അറിയുന്ന ഒരു ദൈവം. നിന്റെ ചിന്തകൾ പോലും, അതായത് സങ്കീർത്തനം 139:1 മുതലുള്ള വചനം, കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്ന എഴുന്നേൽക്കുന്ന എല്ലാം അവിടുന്ന് അറിയുന്നു, എൻ്റെ മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. അപ്പൊ ആ ഒരു ദൈവത്തെ നീ അറിയണം. നീ അറിഞ്ഞാലേ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ അത് ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയാണ്, ഇന്റലക്ച്വൽ പ്രയറാണ്. ഇന്റലക്ച്വൽ പ്രയർ ഒരിക്കലും നമുക്ക് ഈശോ അനുഭവിക്കാം. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടാകണം, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടാകണം, അപ്പോഴാണ് അനുഗ്രഹം ലഭിക്കുക. അപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്ഭുതം ഉണ്ടാകും. എന്നിട്ട് ഞാൻ ചില പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പോയിരുന്ന് കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കുക, ദൈവകരുണയ്ക്ക് വേണ്ടി വിട്ടിരുന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് കുമ്പസാരിക്കുക, നന്നായിട്ട് വിശുദ്ധ ബലിയിൽ നിങ്ങൾ പങ്കെടുക്കുക, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടും. ദൈവം എന്നൊരാളുണ്ട്, ദൈവമെന്നൊരാളുണ്ട്. ഇന്നും അത്ഭുതങ്ങൾ, അടയാളങ്ങളും സൗഖ്യങ്ങളും കൊടുത്തുകൊണ്ട് നമ്മുടെ മധ്യത്തിലൂടെ നടന്നു പോകുന്ന ഉദ്ധിതനായ ഈശോയുണ്ട്. അത് നിങ്ങൾ സംശയിക്കാതെ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം ഉണ്ടാകും. പിന്നീട് ഇവരെൻ്റെ അടുത്ത് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് വലിയ സാക്ഷ്യം എഴുതിക്കൊണ്ട് വരിക, ഒത്തിരി കാര്യങ്ങൾ എഴുതിക്കുക. അച്ഛാ അത് എഴുതുമ്പോൾ, അച്ഛന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അഴിയാത്ത മേഖലയൊന്നുമില്ല. അപ്പം ഞങ്ങൾ സഹനം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ ആനന്ദം, കണച്ചാൽ വലിയ പ്രശ്നങ്ങൾ മാറി, തിന്മ മാറി, അന്ധകാരം മാറി. ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടായത് വലിയൊരു കടബാധ്യതയുടെ തകർച്ച കഴിയത്, വളരെ പ്രശ്നത്തിൽ കിട അവിടെ അത്ഭുതകരമായിട്ടൊരു ഭൂമിയൊക്കെ വിറ്റുമാറി. അവർ പറയാണ്, പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഈശോയെ ഇറങ്ങി നിന്ന് ഇടപെടുന്നത് ഞങ്ങൾക്ക് ശരിക്കും ഓരോ ദിനത്തിലും കാണാമായിരുന്നു, ശരിക്കും കാണാമായിരുന്നു. ഞങ്ങൾ നിലവിളിക്കുമ്പോൾ പെട്ടെന്ന് ഇടപെടുന്നൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് കാണാമായിരുന്നു. ആ പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാനും പ്രാർത്ഥിക്കുക. ആരെല്ലാം യേശു വിശ്വസിക്കുന്നു, പോര മക്കളെ ആഴത്തിൽ വിശ്വസിക്കണം. വിശ്വാസം എന്നൊരു വരമുണ്ട്. ആ വരം
നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുക സംഭവിക്കട്ടെ. അത് സംഭവിക്കുമ്പോൾ അത്ഭുതമുണ്ടാകും, വിടുതലുണ്ടാകും, സൗഖ്യമുണ്ടാകും. കർത്താവിൻ്റെ കരം നമ്മൾ നേരെ അനുഭവിക്കുക തന്നെ ചെയ്യും. കർത്താവിനെ സ്പർശിക്കാൻ പറ്റും. സാത്താൻ്റെ പീഡകൾ, പൈശാചിക പീഡകൾ പൂർണ്ണമായിട്ടും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും വിട്ടുപോയിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ആഴത്തിൽ ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവം വിശ്വസിക്കുക. നമുക്കറിയാം ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു വിശ്വാസത്തെക്കുറിച്ചുള്ള വചനമുണ്ട്. ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കാമത്. ഹെബ്രായ ലേഖനം 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വസിച്ചാലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഹെബ്രായ ലേഖനം 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. വീണ്ടും വചനം ഹെബ്രായ ലേഖനം 11:8 വചനം വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. കണ്ട് വിശ്വാസമുള്ളവൻ പോകുന്നു. ഇങ്ങനെ എവിടേക്കാ ദൈവം പറയുന്ന അങ്ങ് ചെയ്യുകയാണ്. ആ ദൈവം വഴി നടത്തും എന്നൊരു വിശ്വാസമാണ്. ആ ദൈവത്തെ അനുഭവിച്ച എത്ര മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെക്കാളും നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ അച്ഛൻ പറയാണ്, പരിശുദ്ധാത്മ സ്നാനം നമുക്ക് കിട്ടണം. അതായത് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 4:5 അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ വേറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം, ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, പരിശുദ്ധാത്മ സ്നാനം. അങ്ങനെ സംഭവമാണ്. അത് കിട്ടണത്. അത് കിട്ടിയാലേ യുദ്ധത്തിനെ കാണാൻ പറ്റും, ശരിക്കും അനുഭവിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിനെ കിട്ടണത്. അത് കിട്ടണമെങ്കിലാണ് നമ്മൾ യോഹന്നാൻ 1:12 പറയേ, അവനെ സ്വീകരിച്ചവർക്കെല്ലാം നാമത്തിൽ, ഈശോയെ സ്വീകരിച്ചവർക്കെല്ലാം നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകിയ, കൃപ കൊടുക്കുക. വീണ്ടും ഒരു വചനം കൂടെ, അതായത് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടും ഒരു പരിശുദ്ധാത്മ അഭിഷേകം ശരിക്കും നമ്മുടെ പൗലോസ്ലീഹായിലേക്ക് വരുന്നത് കാണാൻ പറ്റും. അതായത് ഡമാസ്കസ് ഗേറ്റിങ്ങിന് വെച്ച് ആകാശം ഒരു മിന്നലോളി വന്നിട്ട് പിന്നെ അഞ്ഞടിക്കുന്നുണ്ട്. ശരിക്കും ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനമാണ്, അരൂപിയുടെ സ്പർശനമാണ്, അരൂപിയുടെ അഭിഷേകം സംഭവിക്കുന്നു, അനോയിന്റിങ് സംഭവിക്കുന്നുണ്ട്. കാരണം സഭ മുഴുവനും സഭയെ പീഡിപ്പിക്കുന്ന സാവൂളിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആകാശത്തുനിന്നൊരു ഇടിമിന്നൽ, ഒരു മിന്നലോളി, ഒരു ശക്തിയോടെ അവനെ വന്ന് ആഞ്ഞടിച്ചിട്ട് കുതിരപ്പുറത്തുനിന്ന് അവൻ താഴെ വീഴുകയാണ്. അപ്പോഴാണ് സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന് കേൾക്കുന്നത്. അപ്പോഴാണ് അവൻ യേശുവിനെ കാണുന്നത്. ശരിക്കും പരിശുദ്ധാത്മ സ്നാനം കിട്ടും. പരിശുദ്ധാത്മാവ് സ്പർശിച്ചാൽ മാത്രമേ ദൈവസ്വരങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. ശരിക്കും സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്നുള്ള വാക്ക് ഒരുപക്ഷെ അന്നല്ല ഈശോ പറഞ്ഞു തുടങ്ങിയത്. അവനെന്ന് തൊട്ട് സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങി അന്ന് മുതൽ ദൈവം അവനെ വിളിക്കുന്നുണ്ട്. ദൈവം അവനെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി പക്ഷേ അവന് കേൾക്കാൻ പറ്റുന്നില്ല. ഈശോ അവന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ആകാശത്തുനിന്നൊരു മിന്നലോളി വന്നിട്ട് അവനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവനെ കേൾക്കാൻ പറ്റുന്നു. യേശു പറഞ്ഞില്ലേ, അഭിഷേകമില്ല, പരിശുദ്ധാത്മാവില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. പരിശുദ്ധാത്മ സ്നാനം കിട്ടാതെ ദൈവസ്വരങ്ങൾ കേൾക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, അതാണ് മോശയ്ക്കൊക്കെ കേൾക്കാൻ പറ്റിയത്. ഒരു പരിശുദ്ധാത്മ സ്നാനം നടന്നിട്ടുണ്ടാകണം തീർച്ചയായിട്ടും അതിന് മുമ്പേ. എങ്കിൽ മാത്രമേ ഇതൊക്കെ കാണാനും അറിയാനും പറ്റുള്ളൂ. അല്ല, ഇത് കാണാൻ പറ്റില്ല. കാണും, പക്ഷേ ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും നമുക്കറിയാൻ പറ്റില്ല. അത്ഭുതങ്ങളും രോഗശാന്തികളൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അവിടെ നോക്കി നിൽക്കുന്ന ചില വ്യക്തികൾ, ചിലർക്കത് അനുഭവിക്കും, ചിലത് കണ്ടിട്ട് കാറിക്കൊണ്ട് അനുദപിച്ച് കുമ്പസാരക്കൂട്ടിലോട്ട് ഓടും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം അറിയോ, അവന് പരിശുദ്ധാത്മ സ്നാനം കിട്ടിയവനെ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മ സ്നാനം കിട്ടാത്തവന് ഒന്നും മനസ്സിലാകില്ല, ഒന്നും മനസ്സിലാകത്തില്ല, ഒരു കാര്യവും ഗ്രഹിക്കാൻ പറ്റില്ല. അടഞ്ഞ ഹൃദയമാണ്. അതിനെ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും ഹൃദയം കഠിനമാക്കിയിരിക്കുന്ന ദൈവവചനം പറയുന്നില്ലേ, ഒന്നും അറിയാൻ പറ്റില്ല, തിരിച്ചറിവ് നഷ്ടപ്പെടുകയാണ്.
അഭിഷേകത്തിൻ്റെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈശോ ദൈവമാണെന്ന് ഏറ്റുപറയണം, ഈശോ കർത്താവാണെന്ന്, ദൈവമാണെന്ന് ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ കൂടെ ഒരിക്കലും സാധ്യമല്ല. അത് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതാണല്ലോ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വചനം. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. പരിശുദ്ധാത്മാവ് ഒരിക്കലും പറ്റില്ല. ആ അനോന്യം കിട്ടാൻ നമുക്ക് ആഗ്രഹിക്കാം, തീവ്രമായിട്ട് പ്രാർത്ഥിക്കുക. അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, എളിമപ്പെടുക. ഒരുപാട് എളിമപ്പെടുക, പശ്ചാത്തപിക്കുക, ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയുക, നല്ല കുമ്പസാരം നടത്തുക. ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് വരുന്നുണ്ട്. ബലിപീഠത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം സജീവമായിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മ സ്നാനം കിട്ടണം, എങ്കിലേ അത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാഴ്ചക്കാരെ പോലെ ഇരിക്കും. പെന്തക്കോസ്ത് അനുഭവം സഭയിൽ കിട്ടുന്ന കാണാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അടുത്തറിയാം പരിശുദ്ധാത്മ സ്നാനം കിട്ടുന്ന അനുഭവം. ആ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ കുദാശകളുടെ വില മനസ്സിലാവുകയും ഓരോ കുദാശയുടെ മഹത്വം മനസ്സിലാവുകയും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ മഹത്വം, അതിൻ്റെ വില മനസ്സിലാകുന്നത് പരിശുദ്ധാത്മ സ്നാനം കിട്ടിക്കഴിയുമ്പോഴാണ്. പൗരോഹിത്യത്തിൽ നോക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്, അതിലുള്ള നിധികൾ മനസ്സിലാകുന്നത്. കുമ്പസാരം എന്ന കുദാശയുടെ മഹത്വം പരിശുദ്ധാത്മ സ്നാനം കിട്ടിയാലേ മനസ്സിലാവുള്ളൂ, അല്ലാതെ മനസ്സിലാകില്ല. വിശുദ്ധ കുർബാന നമ്മുടെ ശരീരം, ഈശോമിശിഹായുടെ ശരീരരക്തങ്ങൾ നമുക്ക് പകരുന്ന വിശുദ്ധ കുർബാന ബലിയർപ്പണം, അത് പങ്കെടുക്കുമ്പോൾ അത് അനുഭവം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം കിട്ടണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കരുത്, ഈശോയെ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആത്മാവിൻ്റെ സ്നാനം തരണമേ, എൻ്റെ ഉൾക്കണ്ണ് തുറക്കണമേ, എൻ്റെ അന്ധകാരം മാറ്റണമേ, ബന്ധനങ്ങൾ അടിക്കണമേ, എൻ്റെ കെട്ടുകൾ അടിക്കണമേ, സുഖപ്പെടുത്തണമേ, എന്നെ അലട്ടുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും ദുഷ്ടാരൂപികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതാക്കണമേ. എന്നെ സ്പർശിക്കണേ കർത്താവേ, എന്നെ അനുഗ്രഹിക്കണേ കർത്താവേ. ഇതിലുള്ള എല്ലാ അശുദ്ധിയും തിന്മയുടെ സ്വാധീനങ്ങളും കെട്ടുകളും എല്ലാം അഴിച്ചു മാറ്റണേ കർത്താവേ. നിന്റെ പരിശുദ്ധ രക്തം എന്നെ തെളിക്കണമേ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് എല്ലാ മക്കളുടെ പേരിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, ഈ സമയത്ത് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലതുകരം നീട്ടി ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപ കൊടുക്കണം.